എന്ന ചരിത്രം പറയുകയാ. അവസാനം വാശി കൂടിയടോ, കൊഴുത്തു നാറട്ടെ, മയ്യത്ത് പോലും മുഹമ്മദിന് കൊടുക്കരുത്. ജനാസ പോലും കെടുക്കാതെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാ, അവിടുന്ന് കാവല് നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന് സങ്കടമായി, മുത്തുനബിക്ക് സങ്കടമായി. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സ്വഹാബാ ആരാ പോകുന്നത്? ഉബൈബിന്റെ ജനാസ ഖബറടക്കാൻ ആരാ പോകുന്നത്? യാ റസൂലല്ലാഹ്, മുത്തുനബിയേ ഞാൻ പോകാ നബിയേ. ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിന്ന് അനുവാദം വാങ്ങിയിട്ട് ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്തേക്ക് പോകുമ്പോ ശത്രുക്കൾ കാവൽ നിൽക്കുന്നവർ അവർ കള്ളു കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, അവർ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സ്വഹാബി പറയുകയാ, അതാ കള്ളു കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ശത്രുക്കളുടെ ഇടയിലേക്ക് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണോടി വരികയാ. അവള് ചോദിക്കുന്നു, എവിടെ ഉബൈബിന്റെ തലയെവിടെ? ഉബൈബിന്റെ തലയെവിടെ? ശത്രുക്കള് ചോദിക്കുന്നു, പെണ്ണ് ഈ പുഴുത്തു നാറിക്കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ പെണ്ണ്? ഈ ചത്തുപോയവന്റെ തല നിനക്കെന്തിനാണ്? പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അവന്റെ തല വെട്ടിപ്പൊളിച്ചിട്ട് അവന്റെ തലച്ചോറെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് എനിക്ക് അവന്റെ തലയോട്ടി വേണം കണ്ണൊടിച്ചു കുടിക്കാൻ. എനിക്ക് ഹുബൈബിന്റെ തലയോട്ടി